അപ്പോൾ നെക്സ്റ്റ് പേപ്പർ ഓഡിറ്റ് ആണ്. അപ്പോൾ ഓഡിറ്റ് നോക്കാം. അപ്പോൾ ഓഡിറ്റ് ഞാൻ ഓൾറെഡി 5 സീരീസൊക്കെ ഇട്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക ഓഡിറ്റ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു 5 സീരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഓഡിറ്റിൻ്റെ പേപ്പർ അപ്രോച്ച് ചെയ്യണം, ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യണം, നിങ്ങൾ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ 40 മാർക്ക് സ്ട്രാറ്റജി വേണം. ലാസ്റ്റ് ഡേയ്സൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഓഡിറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു 40 മാർക്സ് എങ്ങനെയെങ്കിലും കിട്ടുന്ന രീതിയിൽ സ്ട്രാറ്റജി പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 40 മാർക്സ് സ്ട്രാറ്റജി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വർക്കായോ, എങ്ങനെ ഉണ്ടായിരുന്നു, ഓൾ ദോസ് തിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഓഡിറ്റിൻ്റെ പോൾ ഞാൻ വോട്ട് പോൾ നോക്കുന്ന സമയത്ത് മെജോറിറ്റി പേര് പറഞ്ഞത് 72% പറഞ്ഞത് മോഡറേറ്റ് പേപ്പർ ആയിരുന്നു, ലൈക്ക് അവർക്ക് മാനേജബിൾ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഓഡിറ്റ് പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 1A. ക്വസ്റ്റ്യൻ നമ്പർ 1A എന്ന് പറയുന്നത് 705 എന്നാണ്. ഇപ്പോൾ 705 എന്ന് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് വാട്ട് കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ഷുഡ് CFI give in the audit report and you are required to draft the opinion and basis of opinion paragraph to be given in the independent notice report. അത് സിമ്പിളാണ്. SA 705 നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് പാറ്റേൺ വരുന്നത്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് യു നീഡ് ടു ഡ്രോ ദിസ്, അതായത് മെറ്റീരിയൽ ആണോ നോട്ട് പെർവാസീവ്, മെറ്റീരിയൽ ആണ് പക്ഷെ നോട്ട് പെർവാസീവ്, മെറ്റീരിയൽ ആണ് പെർവാസീവ്. അപ്പോൾ എന്തൊക്കെ ഒപ്പീനിയൻ ആണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാർട്ട് വരക്കുക, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദിസ് ഇസ് സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇല്ല എന്നുള്ളത്. ഇത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഇങ്ങനെയാണെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഇത് അഡ്വേഴ്സ് ഒപ്പീനിയൻ, ഇത് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആകും. എന്നിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ദ സിറ്റുവേഷൻ നമ്മൾ നോക്കുക. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ആണോ, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, മെറ്റീരിയൽ ആണോ പെർവാസീവ് ആണോ നോക്കണം. മെറ്റീരിയൽ ആണ് നോട്ട് പെർവാസീവ് ആണോ, അല്ല, ഇവിടെ മെറ്റീരിയലും ആണ് പെർവാസീവ് ആണ്. അപ്പോൾ അഡ്വേഴ്സ് ഒപ്പീനിയനോ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയനോ ആണോ വരികയെന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും. പിന്നെ അത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് അല്ല, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണ്, അപ്പോൾ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നല്ല സിമ്പിൾ ആയിരിക്കും SA 705 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ 40 മാർക്ക് സ്ട്രാറ്റജി, ഇതായിരുന്നു എൻ്റെ 40 മാർക്ക് സ്ട്രാറ്റജി, ഓൾറെഡി നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കായോന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ SA 705 ഓൾറെഡി ഞാൻ A കാറ്റഗറിയിൽ ഇട്ടത്, അതായത് നിങ്ങൾ ഫുൾ മാർക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളടുത്ത് പഠിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SA 705 കണ്ടന്റ് മാത്രമല്ല ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി നിങ്ങൾ കവർ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ഈ ഒരു ക്വസ്റ്റ്യന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് വർക്കായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് You should evaluate the effect of these misstatements which are not corrected by the management. അത് uncorrected misstatements ആണ് SA 450. പിന്നെ what communication requirements are applicable for the auditor in this situation. ഒന്നുമില്ല, those charged with the governance-ൻ്റെ അടുത്ത് ഈ കേസിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നുള്ളത് അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ SQC 1 എന്നാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എലമെന്റ് ഓഫ് ദി ക്വാളിറ്റി കൺട്രോൾ വിത്തിൻ ദ ഫേം ആസ് പെർ SQC 1. അപ്പോൾ നമുക്കറിയാം എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ലേഹം, ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ്, എത്തിക്കൽ റിക്വയർമെന്റ്സ്, അക്സെപ്റ്റൻസ് ആൻഡ് കൺവിൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെ എൻഗേജ്മെന്റ് പെർഫോമൻസ് ആൻഡ് മോണിറ്ററിംഗ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏതെന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. ലീഡർഷിപ്പ് ആണെന്ന് മനസ്സിലാവും. ഏതെന്നാണ്, ലീഡർഷിപ്പ് ആണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ കൺസിഡറേഷൻസ് ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്. അതും കൂടി നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, എഴുതണം. എന്താണ് എലമെന്റ് എന്ന് എഴുതണം, അതിൻ്റെ കൺസിഡറേഷൻസ് എഴുതണം. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വലിയ കുഴപ്പമില്ല. സോ ഇതും ഞാൻ നിങ്ങളടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ക്വസ്റ്റ്യൻ ബാങ്ക് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടന്റ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞത് ഇത് കണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. SQC 1 and SQC 2 അതും കിട്ടി. ഓക്കെ,
ഇനി അടുത്തത് നോക്കാം. അടുത്തത് PE ക്വസ്റ്റ്യൻ ആണ്, പ്രൊഫഷണൽ എത്തിക്സ്. ഇപ്രാവശ്യം ഞാൻ പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടൊക്കെ പറയാറുണ്ട്, പ്രൊഫഷണൽ എത്തിക്സ് നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്, എല്ലാം പഠിക്കണം. അതിലെ കണ്ടന്റ് വൃത്തിക്ക് പഠിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 25 മാർക്കിനാണ് PE ചോദിച്ചത്, 25 മാർക്സ്. അത് വൃത്തിക്ക് PE കവർ ചെയ്ത ഒരാൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നോക്കാം. അപ്പോൾ PE എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പിന്നെ ഞാൻ പ്രസൻറ്റേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഇൻ ദി ഗിവൺ കേസ് എഴുതണമെങ്കിൽ, ഫാക്ട്സ് ഓഫ് ദി കേസ് എഴുതണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താണ് അതിൽ വയലേഷൻ എന്നുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഇൻ ദി ഗിവൺ കേസിൽ അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എന്തോരം കഥകളോ പറഞ്ഞു, അതൊന്നും എഴുതി വെക്കണ്ട. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നോക്കാം. CNA has accepted the appointment immediately upon receiving the company's appointment letter. അപ്പോയിൻമെന്റ് ലെറ്റർ ലൈക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതിന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും നമ്മൾ വെരിഫൈ ചെയ്യണം. അതായത് കംപ്ലൈൻസ് എല്ലാം പക്കയാണോ അവിടെ എന്നുള്ളത് നമ്മൾ നോക്കണം റിഗാർഡിങ് അപ്പോയിൻമെന്റ്. അതെന്തായിരുന്നു? ക്ലോസ് 9 Part 1 ഫസ്റ്റ് ഷെഡ്യൂൾ ടു ദി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. A CN practice is deemed to be guilty of professional misconduct if he accepts appointment without first ascertaining whether requirements of ആ ക്ലോസിൽ അത് മൊത്തമായിട്ട് എഴുതി വെക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മൊത്തം കണ്ടന്റ് എഴുതണം. അതായത് വെരിഫൈ റെലവൻറ്റ് റെക്കോർഡ്സ് എന്തായാലും വെരിഫൈ ചെയ്യണം. അതായത് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെന്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് എന്നുള്ളത് ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ ചെയ്തിട്ടില്ല. സോ യാ, പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is specific violations of principles of adequate internal check system. ഇതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്റേണൽ കൺട്രോൾ ആൻഡ് റിസ്ക് അസസ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ഫുൾ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നേക്കുന്നത് SRE 2400 എന്നാണ്. SRE 2400 ഇത് ഞാൻ ഇതിന്ന് explain how performing analytical procedures assist the practitioner in a review of financial statements. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടന്റ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ SRE 2400 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് മതി, കണ്ടന്റ് തന്നെയാണ് അവർ ചോദിച്ചേക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ PE ക്വസ്റ്റ്യൻ ബാങ്കും പിന്നെ കണ്ടന്റും ഫുള്ളായിട്ട് പഠിക്കണം. അത് ഓക്കെയാണ്. ശരി, ഇനി അടുത്തത് എന്ന് പറയുന്നത് PSU എന്നാണ്. PSU ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 80% ചാൻസ് ആണ്, ചില സമയത്ത് മാത്രമേ അത് ചോദിക്കാതിരിക്കുള്ളൂ, ബട്ട് മെജോറിറ്റി ടൈം ചോദിക്കും. അതുകൊണ്ട് അത് A കാറ്റഗറി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ദാറ്റ് CNG എക്സ്പ്രസ് മീൻസ് VR and associates to conduct in this context. Also explain the principles of this audit. അപ്പോൾ എന്താണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്രോച്ച് ടു ക്വസ്റ്റ്യനിലും റീഡ് ദ റിക്വയർമെന്റ് ഫസ്റ്റ്. അപ്പോൾ ഇതിൽ ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്താണോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെൻറ്റൻസ് കിട്ടും. യെസ്, ഇതിലുണ്ട്. അതായത് ഓക്കെ, അതായത് CNG expressed concern that proposed R&D expenditure appeared wasteful and lacking justification on the test of public interest. അപ്പോൾ ഇതെന്താണ്? പ്രൊപ്രൈറ്റി ഓഡിറ്റ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾസ് ഓഫ് ദിസ് ഓഡിറ്റ്, 4 പ്രിൻസിപ്പൾസ് ഉണ്ട്. ഇത് എത്ര മാർക്കിനെ ചോദിച്ച്? അടുത്ത എന്ത് സ്റ്റെപ്പാണ് നമ്മൾ മാർക്ക് നോക്കുന്നത്? 5 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്താണെന്ന് എഴുതണം, അല്ല 4 പ്രിൻസിപ്പൾസ് എഴുതണം. അപ്പോൾ 5 മാർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതെന്താണെന്ന് എഴുതി വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ ഞാൻ ആ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ലെവലിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ PSU ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSU എവിടെ? PSU ഉണ്ടായിരുന്നുള്ളൂ. യെസ്, PSU എന്ന് പറയുമ്പോൾ ഇതാ കണ്ടന്റ് പഠിച്ചാൽ തന്നെ സെറ്റാണ്. അത് കണ്ടന്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എഗെയിൻ PE ക്വസ്റ്റ്യൻ എന്നാണ് വന്നിരിക്കുന്നത്. PE അടിച്ചൊരു ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. ഇത് ഏതാണ്? ക്ലയൻറ്റിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെപ്പറേറ്റ് ബാങ്കിങ് അക്കൗണ്ടിലോട്ട് ഇടണം. അതേതായിരുന്നു? ക്ലോസ് 10 Part 1
സെക്കൻഡ് ഷെഡ്യൂൾ അല്ലേ? The chartered accountant practice is deemed to be guilty of professional misconduct if he fails to keep monies of his client in a separate banking account, blah 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 blah. ആ ഒരു കണ്ടന്റ് മൊത്തമായിട്ട് എഴുതണം. അതിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? അഡ്വാൻസ് റിസീവ്ഡ് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ്സ് അങ്ങനത്തേനൊക്കെ പേയ്മെന്റ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് വയലേഷൻ വരുന്നത്. യെസ്, ഇൻ ബിറ്റ്വീൻ സി അമിത് പെയ്ഡ് ഹിസ് ഓഫീസ് റെന്റ് 40,000. അപ്പോൾ ഇതെന്തായി? വയലേഷൻ വന്നു. ഇതെന്ത് ചെയ്യണം? ഇൻ ദ ഗിവൺ കേസിൽ എഴുതണം. വയലേഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് എഴുതണം. ക്ലോസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇൻ ദ ഗിവൺ കേസ് ദിസ് ഹാപ്പൻ, സോ ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. പിന്നെ ഓഫീസ് റെന്റ് എന്ത് ചെയ്തു? ഈ എമൗണ്ട് ഒന്ന് പേ ചെയ്തു. അപ്പോൾ അടിയിലിടും. യെസ്. നെക്സ്റ്റ് ഡിജിറ്റൽ ഓഡിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോമൺ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് RPA. അഗൈൻ ഡിജിറ്റൽ ഓഡിറ്റ് കണ്ടന്റ് തന്നെ പഠിച്ച സെറ്റാണ്. കണ്ടന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. നെക്സ്റ്റ് 8-10 ഇത് മാത്രം ഞാൻ ഇത് B കാറ്റഗറിയിലായിട്ടാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 8-10 ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചത്. സോ ഞാൻ പ്രയോറിറ്റി മറ്റേ 800 കൊടുക്കാൻ പറഞ്ഞു. 8-10 പക്ഷെ സ്കിപ്പ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കണ്ടന്റ് പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ് ഈ മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ സമ്മറി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ദ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഓഡിറ്റ് financial statement contains an adverse report, which additional elements are to be required to be disclosed. അത് നമുക്ക് കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ B കാറ്റഗറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ കേസിൽ 5 out of 5 നിങ്ങൾക്ക് കിട്ടണം. ഐ മീൻ എത്രയാണോ മാർക്സ് ചോദിക്കുക ഫുൾ മാർക്സ് കിട്ടണം. രണ്ടാമത്തെ കേസിൽ അറ്റ്ലീസ്റ്റ് 3 മാർക്സ് എങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എഴുതണം. കണ്ടന്റ് പഠിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കണ്ടന്റ് പഠിച്ചാൽ തന്നെ. Okay, so next question again PE. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് റിലേറ്റഡ് ആണ്. സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാണ്? ക്ലോസ് 6 part 1 by schedule to the Chartered Accountants Act 1949. ഇത് സ്പോൺസർഷിപ്പ് ആണ്. അപ്പോൾ എന്താണ്? ജനറലി ആ ഒരു ക്ലോസ് എഴുതുന്നത് സ്പോൺസർഷിപ്പ് അലൗഡ് അല്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് പ്രോഗ്രാം ഓർഗനൈസിങ് യൂണിറ്റ് ICയുടെ ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ പ്രയർ അപ്രൂവൽ വേണം. കണ്ടീഷൻസ് ഉണ്ടല്ലോ, അത് ആദ്യം എഴുതി വെക്കണം. ഈ ഒരു കേസിൽ ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കേസിൽ CSR ആക്ടിവിറ്റീസ് ആണെങ്കിൽ എന്താണ്? ഇത് ഓക്കെയാണ്. പക്ഷെ എന്താണ്? നമ്മുടെ നെയിം വിത്ത് പ്രിഫിക്സ് CA മാത്രമേ അലോഡ് ഉള്ളൂ. ഫേം നെയിമോ ലോഗോ ഒന്നും അലോഡ് അല്ല. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്? ഫേം ലോഗോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്താണ് വയലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. വലിയ കുഴപ്പമില്ല. ഇനി അടുത്തത് വരുന്നത് ESG ആണ്. ESG എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ESG തന്നെ ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് 6 ക്യാപിറ്റൽ 6C എന്ന് പറയും. ആ ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഇതും ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇനീഷ്യേറ്റീവ് ഫോക്കസ് ഓൺ എൻഹാൻസിംഗ് പ്രൊഫഷണൽ സ്കിൽസ്, ഇന്നോവേഷൻ കാപ്പബിലിറ്റീസ് ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ അടുത്തത് ഫുള്ളി ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ലൈൻ എക്യുപ്ഡ് വിത്ത് മോഡേൺ മെഷീനറി. ഇതെന്താണ്? മാനുഫാക്ചർഡ് ക്യാപിറ്റൽ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ആ ക്വസ്റ്റ്യൻ. വലിയ കുഴപ്പമില്ല. ESG എന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരും. ESGയിൽ യെസ് കണ്ടന്റ് പഠിച്ചാൽ തന്നെ മതി, ഓക്കെ ആണ്. നെക്സ്റ്റ് കാരോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാരോ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? KYM പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആപ്ലിക്കബിലിറ്റി ഓഫ് കാരോ പ്രൈവറ്റ് ലിമിറ്റഡിന് ആപ്ലിക്കബിൾ ആണ് ഓൺലി ഇഫ് എന്താ പേഡ് ക്യാപിറ്റലും റിസോഴ്സ് ആൻഡ് സർപ്ലസും 1 crore എബോവ് ആയിരിക്കണം. ഒരു 1 crore എബോവ് അല്ലേ? യെസ്. ടോട്ടൽ ബോറിങ്സ് ഇന്ന് 1 crore എബോവ് ആയിരിക്കണം. ഓൾറെഡി 1 crore എബോവ് അല്ലേ? യെസ്. ടോട്ടൽ റവന്യൂ ഇൻക്ലൂഡിങ് ഡിസ്കണ്ടിന്യൂഡ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എത്ര? 10 crore എബോവ് ആയിരിക്കണം. ഇത് ഓൾറെഡി എന്താണ്? 10 crore എങ്കിലും വേണം. ഇപ്പോൾ ഇത് 11 crores ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ പോയിന്റ് എന്തായാലും എഴുതിയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്? I think it's a 5 mark question. Yes, it's a 5 mark question. മാർക്ക് കാണുന്നില്ല. ഇറ്റ്സ് എ 5 mark questions. സോ ഈ ഒരു ആപ്ലിക്കബിലിറ്റിക്ക് എന്തായാലും 1 മാർക്ക് ഉണ്ടാവും. പിന്നെ 1, 2, 3, 4 4 കേസസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കബിലിറ്റി മറന്നു പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാർക്കൊക്കെ നോക്കിയിട്ട് വേണം ഒരു ആൻസർ എഴുതാൻ. ഇതിനൊക്കെയാണ് മാർക്ക്, എന്തൊക്കെ പോയിന്റ് ഞാൻ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല, ഓൾ ദോസ് തിങ്സ്. ഫസ്റ്റ് കേസിൽ ക്യാഷ് ലോസസ്, പിന്നെ ഫ്രോഡ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം CSR. ഇത് ലാസ്റ്റത്തെ എനിക്ക് CSR ആയിട്ട് തോന്നി. അല്ല ക്വസ്റ്റ്യനിൽ ഫ്രെയിം ചെയ്തതിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് CSRൽ അതർ ദാൻ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് അതിൽ അൺസ്പെൻഡ് എമൗണ്ട് വന്നാൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആ ക്ലോസ് ആണെന്നാണ്. ഫസ്റ്റ് കേസിൽ വരുമ്പോൾ അതർ ദാൻ ഓൺ ഗോയിങ് പ്രൊജക്ട്സും, സെക്കൻഡ് കേസ് ഓൺ ഗോയിങ് പ്രൊജക്ട്സും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ക്യാരോ. ഓ യെസ്, ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് പഠിച്ചാലും ഇവർ സിറ്റുവേഷൻസ് ആണ് തരുന്നിട്ട് അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ അത് ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ SA 240. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു SA 240 അധികം ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. സോ ഈ ഒരു അറ്റംപ്റ്റിൽ ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടാകും. അത് ഞാൻ ഹൈ പ്രയോറിറ്റി ആയിട്ട് A കാറ്റഗറി തന്നെ ഇട്ടൊരു essay ആണ്. അത് ഞാൻ SA 240 ക്വസ്റ്റ്യൻ ബാങ്കും കണ്ടന്റ് പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കണ്ടന്റ് ബേസ്ഡ് ചെയ്തിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. SA 240 ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദി സിനാരിയോ എന്നുള്ള ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. ദാറ്റ് സജസ്റ്റ് എ ഹൈറ്റൻ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്ടേൺ ഡ്യൂ ടു പ്രോബ്ലം ഫിനാൻഷ്യൽ ഫ്രോഡ്. അത് ഏതൊക്കെയാണ്? ഇൻസെൻറ്റീവ്സ് ഓർ പ്രഷേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ് ഓർ റാഷണലൈസേഷൻ. ഇതാണ്. ഇത് ബേസ് ചെയ്ത് കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് ആ പോയിന്റ്സ് എഴുതി വെക്കാനാണ്. ഒരു കണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഞാൻ ഹൈ പ്രയോറിറ്റി essayയിൽ ഞാൻ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്ന 240 ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6A. ഇതും C ഉണ്ട്. എഗൈൻ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് തന്നെയാണ്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാം. അതായത് മിസ്റ്റർ P accepts the assignment and structures his professional fees to be contingent upon. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഏതാണ്? ക്ലോസ് 10 പാർട്ട് 1 ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലേ? പക്ഷെ അതിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്കിത് ചെയ്യാം എന്നുള്ളത്. അതിൽ ഒന്നുള്ളതാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസ്. മിസ്റ്ററി ഓഡിറ്റ്സ് റിലേറ്റഡ് ആണ്. മിസ്റ്ററി ഓഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ തന്നെ ഉണ്ട് മിസ്റ്ററി എന്ന് വെച്ചാൽ ആരും അറിയില്ല നമ്മളാണ് ഓഡിറ്റർ എന്നുള്ളത്. എന്നിട്ട് നമ്മളവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്ന ഓൾ ദോസ് തിങ്സ്. ഇത് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസിൽ വരാതിരിക്കാം എന്നുള്ളൊരു കേസാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമ്മൾ അസംഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഗിൽറ്റി വരും. അതർവൈസ് നോട്ട് ഗിൽറ്റി എന്നുള്ള കേസിൽ അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കേസിൽ മാത്രം കൺഫ്യൂഷൻസ് വരാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6A ഡ്യൂ ഡെലിജൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹൈ പ്രയോറിറ്റി തന്നെ ആ ടോപ്പിക്കിന് കൊടുക്കണം. കാരണം ടെസ്റ്റ് ചെയ്തിട്ടില്ല അധികം ഡ്യൂ ഡെലിജൻസ്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു ആർ റിക്വയർഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് ഡ്യൂ ഡെലിജൻസ് ടു ദി ഓഡിറ്റ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ടോപ്പ് കാറ്റഗറിയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുള്ള ടോപ്പിക്കാണ് ഡ്യൂ ഡെലിജൻസ്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാങ്ക് ഓഡിറ്റ് ആണ്. ബാങ്ക് ഓഡിറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഓഡിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് SAE 3400 എലോബറേറ്റ് ഓൺ ദി ഡ്യൂട്ടീസ് ഓഫ് CAG വൈൽ എക്സാമിനിങ് ദി പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SAE 3400 നിങ്ങൾ എന്തായാലും നോക്കണം. അതിൻ്റെ കണ്ടന്റ് തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് കണ്ടന്റ് പഠിച്ചാൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് വൈൽ എക്സാമിനിങ് നമ്മൾ നോക്കണം? മാനേജ്മെന്റ് അസംഷൻസ് അത് റീസണബിൾ ആണോ, അതുപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ് നടത്തിയിട്ടുണ്ടോ, ആ ഒരു പോയിന്റ്സ് അറിയാലോ. അപ്പോൾ അത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നിയത്. എഗെയിൻ SA 240 ക്വസ്റ്റ്യൻ ബാങ്ക് ബേസ് ചെയ്തിട്ട്, അതായത് SA 240 നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിമിലർ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് like CFF finds it difficult to continue the audit engagement due to this exceptional circumstances. നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് when there is an exceptional circumstances that brings auditors inability to
that brings to a situation that auditor is unable to continue the audit engagement. അങ്ങനെയാണെങ്കിൽ determine professional and legal responsibilities ആ ഒരു കേസിൽ. പിന്നെ whether there is appropriate withdraw from the engagement, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റിപ്പോർട്ടിംഗ് ആസ് പെർ കാരോ 2020. പിന്നെ 1 crore ബിലോ ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി 1 crore ആൻഡ് അബോവ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. SA 240 ക്വസ്റ്റ്യൻ ബാങ്ക് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് SA 240 മിസ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾ അതിൽ നിന്ന് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഓഡിറ്റിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് 40 മാർക്സ് 20+ എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് കിട്ടണം, എങ്കിലേ നിങ്ങൾക്ക് ഓവറോൾ 40 കിട്ടുള്ളൂ. അപ്പോൾ MCQ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, മാനേജബിൾ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ 40 മാർക്സിൽ ഞാൻ D2 5 ഔട്ട് ഓഫ് 5 അല്ലെങ്കിൽ ഫുൾ മാർക്സ് കിട്ടുന്ന ടോപ്പിക്സ് ആണ് ഇതിൽ A കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അതുപോലെ ത്രെഡ്സ് ഞാൻ ചോദിക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് MCQയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് 40 മാർക്സ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പി ഞാൻ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുന്നത്, അതിൽ തന്നെ 25 മാർക്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് 40 മാർക്സ് എന്തായാലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐ വുഡ് സേ ഇറ്റ്സ് ആൻ ഈസി പേപ്പർ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ 40 മാർക്സിന് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞൊക്കെ തന്നെ ഒരു 3-4 പേര് എനിക്ക് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, താങ്ക് യു സോ മച്ച്, ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു, സ്ട്രാറ്റജി വർക്കായിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിറ്റ് സീരീസ്, ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ട്രാറ്റജീസും കാര്യങ്ങളും, കാരണം ലാസ്റ്റ് ഡേയ്സ് വെച്ചെല്ലാം 100% പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ സെലക്റ്റീവായി ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വർക്കായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും അത് വർക്കായോ, എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിറ്റ് പേപ്പർ, 40 മാർക്സ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ 40 എബോവ് മാർക്സ് ആണ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കവർ ചെയ്ത ഒരാൾക്ക് 50-55 മേ ബി എക്സംഷൻ വരെ കിട്ടാം, കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓവറോൾ അറ്റംപ്റ്റ്, ഗ്രൂപ്പ് 1 അതുപോലെ ഓഡിറ്റ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ അനാലിസിസ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ അറ്റംപ്റ്റ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഞാൻ പറയുന്നില്ല, ഓരോ പേപ്പറും ഓരോ രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ICS സ്റ്റഡി മെറ്റീരിയൽ അതാണ് നിങ്ങളുടെ മെയിൻ ബേസിക്സ് ആണെന്നാണ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ അതാണ്. അത് അരക്കി കലക്കി കുടിക്കുക, അതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൽ വന്നേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുക. കാരണം ഇഫ് ദേ വാണ്ടഡ് ടു മേക്ക് ദ പേപ്പർ ഡിഫിക്കൽട്ട്, അവർ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്, എന്നിട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് കളയും, ഇവിടുന്ന് കുറച്ച് കളയും, കുറച്ച് ആഡ് ഓൺ ചെയ്യും, ഇങ്ങനത്തെ ഒക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്. അപ്പോൾ അതിന് നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം, ഓൾ ദോസ് തിങ്സ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം പോരാ, അത് സൂപ്പർ തറവാക്കി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, എസ്പെഷ്യലി പാസ് ഇയർ അറ്റംപ്റ്റ്സ്, MTPs RTPs അങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഈ ഒരു കാരണം നമ്മൾ കുറേ കണ്ടന്റ് പഠിച്ചു, പക്ഷെ അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലെങ്കിൽ ഏത് ലെവലിൽ ICA ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് ദ അറ്റംപ്റ്റ് എന്താ പറയുക ഒരു ഈസി അറ്റംപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെടും. അത് മാത്രം നമ്മൾ നോക്കുക. പിന്നെ മേക്ക് ഷുവർ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സാം പോവാം. പിന്നെ ആ എക്സാമിൻ്റെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ ഒരു 3 hour ടൈമിൽ അത്രയും പ്രഷറിൽ എങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ നോട്ട് അറ്റ് ഓൾ ഈസി. സോ ഹാൻഡ്സ് ഓഫ് ടു എവ്രി വൺ. നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റ് നന്നായി ഫൈറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി വിന്നേഴ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഇപ്പം ഞാൻ കണ്ടില്ല ആ വോട്ടിങ്ങിൻ്റെ കേസിലാണെങ്കിലും മെജോറിറ്റി ആൾക്കാരുടെ ഒപ്പീനിയന് എന്തായിരുന്നു, ടഫാണെങ്കിൽ ടഫാണ്, മോഡറേറ്റ് ഓൾ ദോസ് തിങ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷന് ഒരേപോലെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രം ടഫായിട്ട് FM വന്നിട്ടില്ല, അല്ലെങ്കിൽ FR ആണെങ്കിലും ഓൾ ദോസ് തിങ്സ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാം, ഈവൻ പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ട്രിക്കി ആക്കുകയാണെങ്കിലും
നിങ്ങൾ ആ ഒരു അത്രയും പ്രഷറിൽ നിങ്ങൾ എക്സാം എഴുതുന്ന ICAക്ക് അറിയാം. സോ ഡെഫിനറ്റ്ലി ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഒരു ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ വെറുതെ ഹോപ്പ്ലെസ് ആയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് ഇരിക്കാം. ഞാൻ എഴുതിയതൊക്കെ ഓക്കെയാണ്, എനിക്ക് ഗ്രേസ് മാർക്കിൻ്റെ ഒരു ചാൻസസ് ഹൈ ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ചൊരു ലിബറൽ ഇവാലുവേഷൻ നമുക്ക് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അതിനെ നോക്കുന്നു നോക്കുക. അപ്പം നമുക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓൾറെഡി വിന്നേഴ്സ് ആണ്. ഇഫ് യു ഡിഡ് യുവർ ബെസ്റ്റ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ടിന് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ്, സ്ട്രാറ്റജീസ്, ക്ലാസ്സസ് എല്ലാം ഇതിലുണ്ടാകും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ അറ്റംപ്റ്റ് ഓവറോൾ, എത്ര പേർക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എല്ലാവരും എക്സ്പെക്റ്റേഷൻ വെക്കണം, ഒബ്വിയസ്ലി വെക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഗ്രേസ് മാർക്കോ അതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അത് CA എന്നുള്ളത്. ഓക്കെ, ശരിയാണ്.